ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പില നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയായിട്ട് നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതുകൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കറിവേപ്പില കൊണ്ട് എന്തൊക്കെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും സൗന്ദര്യത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരു സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കറിവേപ്പില വെള്ളം കൊണ്ട് നമുക്ക് ആവി പിടിക്കാം. കറിവേപ്പില ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിന് മികച്ച ഒരു മാർഗമാണ്. കറിവേപ്പില വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ്. മാത്രമല്ല, മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിന് വില്ലനാകുന്ന ഒന്നാണ് ബ്ലാക്ക് ഹെഡ്സ്. അതുകൊണ്ട് തന്നെ മുഖത്തെ കറുപ്പിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് കറിവേപ്പില തിളപ്പിച്ച വെള്ളം. അതുകൊണ്ട് തന്നെ ഇത് സൗന്ദര്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതുമാണ്. കറിവേപ്പിലയും മഞ്ഞളും. മഞ്ഞൾ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി നമുക്ക് ഉപയോഗിക്കാം കറിവേപ്പിലയും മഞ്ഞളും. എന്നാൽ മഞ്ഞളിനോടൊപ്പം അല്പം കറിവേപ്പില അരച്ച് മുഖത്ത് തേക്കാം. കറിവേപ്പിലയും മഞ്ഞളും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ രാജാക്കന്മാരാണ്. ഒരു കൈ നിറയെ കറിവേപ്പിലയും ഒരു നുള്ള് മഞ്ഞളും ചേർത്തരച്ച് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഉണങ്ങുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. ഇത് മുഖത്തിന് തിളക്കവും നിറവും മിനുസവും വർദ്ധിപ്പിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ മികച്ചതാണ് ഇത്. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് കറിവേപ്പിലയും മഞ്ഞളും അരച്ച് മുഖത്ത് തേച്ചാൽ ഇത് മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകളെ ഇല്ലാതാക്കുന്നു. അതിലുപരി മുഖക്കുരു വരാതെ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ഈ ഫേസ് മാസ്ക് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ഏത് സൗന്ദര്യ അവസ്ഥകൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്ന. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിന് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകുന്നില്ല എന്നതും ഒരു ഗുണം തന്നെയാണ്. പിന്നെ കറിവേപ്പിലയും മുൾട്ടാണി മിട്ടിയും മറ്റൊരു മാർഗ്ഗമാണ്. ഇത് നമുക്ക് രണ്ടും കൂടി പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലേക്ക് അല്പം റോസ് വാട്ടറും മിക്സ് ചെയ്യുക. മുഖത്തും കഴുത്തിലുമെല്ലാം ഇത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂർ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് മുഖത്തെ കറുപ്പിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിന് മികച്ച ഒരു വഴിയാണ് ഇത്. ചർമ്മ സംരക്ഷണത്തിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം പരിഹരിച്ച് ചർമ്മത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുന്നു ഈ ഒരു മിശ്രിതം. മാത്രമല്ല, ചർമ്മത്തിൽ അമിതമായുള്ള എണ്ണമയത്തെയും ഇല്ലാതാക്കുന്നു ഇത്. മാത്രമല്ല, നമ്മുടെ ചർമ്മം തൂങ്ങുന്നത് ഇല്ലാതാക്കുന്നതിനും ഈ മിശ്രിതം തന്നെയാണ് ഏറ്റവും മികച്ച ഒരു വഴി. അതുകൊണ്ട് അകാല വാർദ്ധക്യം എന്ന പ്രതിസന്ധിക്ക് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. നമ്മുടെ ചർമ്മം തൂങ്ങിപ്പോകാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഇതുപോലെ നമുക്ക് കറിവേപ്പിലയും നാരങ്ങാ നീരും കൂടി ഉപയോഗിക്കാം. കറിവേപ്പും നാരങ്ങാ നീരും ചേർന്ന മിശ്രിതം തേക്കുന്നതും ചർമ്മത്തിൽ മാറ്റമുണ്ടാക്കുന്നു. അല്പം കറിവേപ്പില അരച്ച് അതിൽ പകുതി നാരങ്ങയുടെ നീര് ചേർക്കാം. ഈ മിശ്രിതം നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ഒരു 12 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് അധിക സമയം മുഖത്തെ വെച്ചിരിക്കരുത്. ഇങ്ങനെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഫലമെന്ന് പറയുന്നത് നാരങ്ങ നീര് പ്രകൃതിദത്തമായ ആസ്ട്രിജൻ്റ് ആണ്. ഇത് ചർമ്മത്തിന് നിറവും ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കുകയും ചെയ്യുന്നു. അതിലൂടെ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധിക്ക് നമുക്ക് ഇതുമൂലം സഹായകമാകുന്നുണ്ട്. ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇത് വളരെ മികച്ചതുമാണ്. കറിവേപ്പിലയും പാലുമാണ് മറ്റൊരു മിശ്രിതം. അല്പം കറിവേപ്പില ശുദ്ധമായ പാലിൽ മിക്സ് ചെയ്ത് തിളപ്പിക്കാം. തണുത്ത ശേഷം ഈ പാല് കൊണ്ട് മുഖം കഴുകാവുന്നതാണ്. ഇത് മുഖത്തെ ചുളിവിനെ ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കും. ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച മാർഗവുമാണ് ഇത്.
ഇതിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ഫലമെന്ന് പറയുന്നത് ഇത് ചർമ്മത്തിലെ ഏത് പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു. സാധാരണയായി നമ്മളിൽ കണ്ടുവരുന്ന എല്ലാ ചർമ്മ പ്രശ്നങ്ങളെയും ഇതിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, പ്രാണികളുടെ ഉപദ്രവം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇതിലൂടെ നമുക്ക് പരിഹാരം കാണാവുന്നതാണ്. പിന്നെ നമുക്ക് കറിവേപ്പിലയും ഒലീവ് ഓയിലും കൂടി യൂസ് ചെയ്യാം. ചർമ്മത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കറിവേപ്പില. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയ്ക്ക് നമുക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിലിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ഉപയോഗിക്കുന്നത് വളരെ മികച്ചതാണ്. കറിവേപ്പിലയും ഒലീവ് ഓയിലുമാണ് ഇതിനായി നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മറ്റൊരു മിശ്രിതം എന്ന് പറയുന്നത്. കറിവേപ്പിലയും ഒലീവ് ഓയിലും മിക്സ് ചെയ്ത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇത് മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഇതുമൂലമുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കറിവേപ്പിലയിൽ ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും ലഭിക്കുന്നു. മാത്രമല്ല ചർമ്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഈ ഒരു ഫേസ് മാസ്ക് പരിഹരിക്കുന്നുണ്ട്. ഇനി മുതൽ കറിവേപ്പില കറിക്ക് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സുകളാണിത്, കുറച്ച് സൗന്ദര്യ സംരക്ഷണ വഴികളാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് ചെയ്താൽ മതി. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ടും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി മറ്റൊരു ടിപ്സുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.